എഞ്ചിനീയറിംഗ് പറയുമ്പോൾ തന്നെ അതിലൊരു കുറച്ച് പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ ഉണ്ട്, സ്കിൽസ് ഉണ്ട്. നമ്മൾ സാധാരണ വെറുതെ ഒരു ഡിഗ്രി ചെയ്യുന്നത് പോലെ നിങ്ങൾ എഞ്ചിനീയറിങ്ങിനെ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ മൈക്രോ പ്രോജക്ട്സ്, മിനി പ്രോജക്ട്സ്, അത് കഴിഞ്ഞിട്ട് ഫൈനൽ ഇയർ അക്കാഡമിക് പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരുപാട് സ്കില്ലുകൾ നേടിയെടുക്കുന്നുണ്ട്. നിങ്ങൾ ഡിഗ്രി തന്നെ പഠിക്കേണ്ടതില്ല. നിങ്ങൾ ഇവിടെ വന്നിട്ട് +2 കഴിഞ്ഞിട്ട് നേരെ ഞങ്ങളുടെ ഒപ്പം ചേർന്ന് പഠിച്ച് സ്കില്ല് നേടിയാൽ സ്കില്ലിനാണ് ഇമ്പോർട്ടൻസ് എന്നൊക്കെ പറയുന്ന പ്രചാരണം അത് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ ചെയ്ത ആളുകൾക്ക് നല്ല ശമ്പളം കിട്ടി എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കേസുകളുണ്ട്. ഹായ്, എൻ്റെ പേര് ജാസിർ സബരി, കോൺസിസ്റ്റ് ഗ്രൂപ്പിൻ്റെ CEO ആണ്. എൻ്റെ കൂടെ ഉള്ളത് മിറാജ് മുഹമ്മദ്, കോൺസിസ്റ്റിൻ്റെ CTO ആണ്. ബേസിക്കലി എൻജിനീയറിംഗ് സ്റ്റുഡൻസിനെ എയിം ചെയ്തുകൊണ്ടുള്ള ഒരു പോഡ്കാസ്റ്റാണ്. ആദ്യത്തെ പോഡ്കാസ്റ്റിൽ എൻജിനീയറിംഗ് ആസ്പിരൻസ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് എൻജിനീയറിങ്ങിന് ചേരുമ്പോൾ ഏത് ബ്രാഞ്ച് തിരഞ്ഞെടുക്കണം എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചയായിരുന്നു ചെയ്തത്. ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എൻജിനീയറിങ്ങിന് പഠിക്കുന്ന കാലത്ത് ഒരു പ്രൊഡക്റ്റീവ് എൻജിനീയറായി പുറത്ത് വരണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പോഡ്കാസ്റ്റിലേക്ക് കടക്കുന്നു. കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ നമ്മൾ ആക്ച്വലി ചർച്ച ചെയ്തത് എൻജിനീയറിംഗ് അഡ്മിഷൻസ് നടക്കുന്ന ഒരു സമയത്തായിരുന്നു. അത് എങ്ങനെയാണ് ഈ കാലഘട്ടത്തിലെ എൻജിനീയറിംഗ് കരിയർ എൻ്റെ ഒരു അവസ്ഥ, ഏത് ബ്രാഞ്ച് തിരഞ്ഞെടുക്കണം എന്നൊക്കെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ ഒന്നുകൂടി ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലക്ക് ഒരു എൻജിനീയറിംഗ് കോളേജിൽ ചേർന്നതിന് ശേഷം ഇനി 4 വർഷം അവിടെ ഉണ്ടല്ലോ, ആ 4 വർഷം കൊണ്ട് എങ്ങനെ ഒരു എംപ്ലോയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു എൻജിനീയറായി മാറാം, ആ 4 വർഷത്തെ സമയവും അവിടെ കോളേജിൽ നിന്നുള്ള എക്സ്പീരിയൻസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു എൻജിനീയറായി മാറാം എന്നതിനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം എന്നുള്ളതാണ് ഒന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോളേജിൽ പല ടൈപ്പ് കുട്ടികളുടെ അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില കുട്ടികൾ അക്കാഡമിക് രംഗത്ത് ഫോക്കസ് ചെയ്യും. വേറെ ചില ആൾക്കാർ എന്ത് ചെയ്യും, അവർക്ക് ഇന്നേറ്റ് ആയിട്ട് തന്നെ സ്കിൽസൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരത് പോഷിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ചിലപ്പോൾ പ്രോഗ്രാമിംഗ് സ്കിൽസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിൽഡ് ചെയ്യാനുള്ള സ്കിൽസൊക്കെ ആയിരിക്കും, പ്രോജക്റ്റ് വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ അതിലൊക്കെ മാത്രം ഫോക്കസ് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് നമുക്കിതൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക എന്നതിനെക്കുറിച്ച് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ഈ പോഡ്കാസ്റ്റ് ഇത് സ്റ്റുഡൻസിന്, അതായത് എഞ്ചിനീയറിംഗിന് ചേർന്ന സ്റ്റുഡൻസിന് വേണ്ടി ഉള്ളതാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഓഡിയൻസ് സ്റ്റുഡൻസ് തന്നെ ആയിരിക്കും എന്ന് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ഇപ്പം എൻ്റെ മോള് ഇപ്പോൾ കഴിഞ്ഞ പോഡ്കാസ്റ്റ് കണ്ടപ്പോൾ എൻ്റെ മോള് പറഞ്ഞു, ഏതാ ഈ 2 ഗ്രാൻഡ് ഫാദേഴ്സ് ഇരുന്ന് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് പുതിയ ജനറേഷനിലെ സ്റ്റുഡൻസ് ഇത് കാണുമോ എന്ന് ഒരു ചെറിയ സംശയമുണ്ട്. അതേസമയം സ്റ്റുഡൻസ് കണ്ടിട്ടില്ലെങ്കിലും ആ സ്റ്റുഡൻസിൻ്റെ പാരൻസ് കണ്ടാലും, ഇപ്പോൾ കുറേ പാരൻസ് ഇത് കണ്ടിട്ട് എന്നോട് അഭിപ്രായമൊക്കെ പറഞ്ഞു. അപ്പോൾ ജാസിറിൻ്റെ പോഡ്കാസ്റ്റ് ഇനി സ്റ്റുഡൻസ് കണ്ടിട്ടില്ലെങ്കിലും പാരൻസ് കാണും എന്നാണ് വിചാരിക്കുന്നത്. ആ പാരൻസ് കുട്ടികൾക്ക് ഫോർവേഡ് ചെയ്താലും ഞാനുള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി സ്റ്റുഡൻസും കാണാൻ ചാൻസ് ഉണ്ട്. അതാണ് ഒരു പ്രതീക്ഷ. ഏതായാലും നമുക്ക് സ്റ്റുഡൻസിന് ഉപകാരം ഉള്ള ഒരു ചർച്ചകളാണ് ഇവിടെ നടത്തുന്നത്. ഇപ്പോൾ ചോദിച്ച ചോദ്യം, ഇപ്പോൾ അക്കാഡമിക്സും ഇപ്പോൾ ഒരു പുതിയ വിദ്യാർത്ഥി എൻജിനീയറിംഗ് കോളേജിൽ ഇങ്ങനെ തുടങ്ങുന്ന ഒരു കാലമാണല്ലോ. അപ്പോൾ അവർക്ക് അക്കാഡമിക്സ് ഉണ്ട്, അതുപോലെ സ്കിൽസും ഉണ്ട്. അതിൽ എങ്ങനെ ഇത് ബാലൻസ് ചെയ്ത് പോകും, ഏതാണ് ഇമ്പോർട്ടൻ്റ്, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, സത്യത്തിൽ എൻജിനീയറിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു തിയററ്റിക്കൽ, അക്കാഡമിക്സ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ കുറേ സ്കിൽസും കൂടെ നേടിയെടുക്കാനുള്ള രീതിയിലാണ് എൻജിനീയറിംഗ് തന്നെ. പറയുമ്പോൾ തന്നെ അതിലൊരു പ്രാക്ടിക്കൽ ഉണ്ട്, സ്കിൽസ് ഉണ്ട്. നമ്മൾ സാധാരണ വെറുതെ ഒരു ഡിഗ്രി ചെയ്യുന്നത് പോലെ നിങ്ങൾ എൻജിനീയറിങ്ങിനെ കാണാൻ പറ്റില്ലല്ലോ. കാരണം അക്കാഡമിക്സിന്റെ ഭാഗമായിട്ട് തന്നെ അതിൽ പ്രാക്ടിക്കലൊക്കെ ഉള്ളു. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് സ്കില്ലുകൾ അതിൽ നിന്ന് നേടിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തിയററ്റിക്കൽ നോളജിനും ഒപ്പം ലാബുകളുണ്ട്. ലാബ് അതിൻ്റെ ഒരു പാർട്ടാണ്. ലാബ് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് എൻജിനീയറിംഗ് വിജയിക്കാനോ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ അതിനൊക്കെ പുറമെ ഇതിൻ്റെ പ്രൊജക്ട്സ്, മിനി പ്രൊജക്ട്, ഇപ്പോൾ മൈക്രോ പ്രൊജക്ട്സ് ഒക്കെ പലരും ചെയ്യുന്നതാണ്. അപ്പോൾ മൈക്രോ പ്രൊജക്ട്സ്, മിനി പ്രൊജക്ട്സ്, അത് കഴിഞ്ഞിട്ട്
ഫൈനൽ ഇയർ അക്കാഡമിക് പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഒരുപാട് സ്കില്ലുകൾ നേടിയെടുക്കുന്നുണ്ട്. ഇങ്ങനൊരു ചോദ്യം തന്നെ ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പല പ്രചാരണങ്ങളും പലരും ചെയ്യുന്നുണ്ട്. എന്താ വെച്ചാൽ എൻജിനീയറിങ് കഴിഞ്ഞാലും നിങ്ങൾ ആവശ്യത്തിനുള്ള ജോലി നേടാനുള്ള സ്കില്ലൊന്നും നേടുന്നില്ല എന്നൊക്കെ ഒരു ചില അത് വേറെ നേടിയെടുക്കാൻ ഞങ്ങളുടെ കോഴ്സ് ചെയ്യണം, ഞങ്ങളുടെ സ്ഥാപനത്തിൽ 4 മാസം പഠിക്കണം, അതിനുവേണ്ടി ഇനിയും പൈസ ചെലവഴിക്കണം എന്നൊക്കെ പറയുന്ന കുറെ പ്രചാരണങ്ങളുണ്ട്. അപ്പൊ അത് അത്ര അതേ വേണ്ടൂന്നും അപ്പൊ അതിൽ നിന്ന് അതിന്റെ ഒരു അടുത്ത പടി കടന്നിട്ട് നിങ്ങൾ ഡിഗ്രി തന്നെ പഠിക്കേണ്ടതില്ല, നിങ്ങൾ ഇവിടെ വന്നിട്ട് +2 കഴിഞ്ഞിട്ട് നേരെ ഞങ്ങളുടെ ഒപ്പം ചേർന്ന് പഠിച്ച് സ്കില്ല് നേടിയാൽ സ്കില്ലിനാണ് ഇമ്പോർട്ടൻസ് എന്നൊക്കെ പറയുന്ന പ്രചാരണം അത് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ ചെയ്ത ആളുകൾക്ക് നല്ല ശമ്പളം കിട്ടി എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കേസുകളുണ്ട്. അതൊക്കെ അതിലൊന്നും എക്സെപ്ഷൻസിനെ ഹൈലൈറ്റ് ചെയ്ത് വിടുന്ന ആ ഒരു നിലക്ക് എൻ്റെ ആവശ്യമില്ല. അപ്പം അതിൽ ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്നല്ല, നമുക്ക് രണ്ടും പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഓൾറെഡി എൻജിനീയറിങ്ങിന് അതിന് ധാരാളം അവസരമുണ്ട് എന്ന് മനസ്സിലാക്കുക. പിന്നെ അതിന് പുറമെ കൂടുതൽ സ്കില്ലുകൾ നേടണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി അക്കാഡമിക്സിനെ മാറ്റി വെക്കാതെ തന്നെ പുതിയ സ്കില്ലുകൾ പഠിച്ച് ജോബ് റെഡി ആവുക, അല്ലെങ്കിൽ പുറത്ത് കരിയറിന് വേണ്ടി റെഡി ആവുക എന്നുള്ളതാണ് അതിൽ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം. ഇപ്പോൾ എൻ്റെ ഉമ്മ മാത്തമാറ്റിക്സ് പ്രൊഫസറായിരുന്നു. പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനെ മാത്സ് പഠിപ്പിക്കണം, MSc മാത്സ് ഒക്കെ. അപ്പോൾ ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കാലത്ത് ഉമ്മ കോളേജിൽ പഠിപ്പിക്കുന്ന കാലമാണ്. അപ്പോൾ ആ സമയത്ത് ഈ ലാപ്ലാസ് ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറഞ്ഞ മാത്തമാറ്റിക്കൽ സംഗതികളുണ്ടല്ലോ, ഓപ്പറേഷൻസ്. അപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ നമ്മൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോംസിന് കൃത്യമായൊരു അപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ടൈം ഡൊമൈനിലുള്ള ഒരു സംഗതിനെ ഒരു ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മുടെ ഇലക്ട്രിക്കൽ വേവ് ഫോംസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കൃത്യമായ അപ്ലിക്കേഷനുള്ള സംഭവമാണ്. പക്ഷെ എൻ്റെ അമ്മ വർഷങ്ങളായിട്ട് മാത്സ് പഠിപ്പിക്കുന്ന ആളാണ്. പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ എന്താണെന്ന് അറിയില്ല. അപ്പം ഒരു ഡിഗ്രി, സാധാരണ ഒരു ഡിഗ്രിയിൽ ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു പോകും. പക്ഷേ എഞ്ചിനീയറിംഗ് കോളേജിൽ തിയറി പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പഠിച്ചാൽ അതിൻ്റെ അപ്ലിക്കേഷൻ അവിടെ തന്നെ പഠിക്കുന്നുണ്ട്. പക്ഷെ അത് പഠിപ്പിക്കുന്ന രീതിയിലെ പോരായ്മകളും ചിലപ്പോൾ അത് ഇങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് അല്ല. അതാണ് അതിൻ്റെ ഒരു ഫണ്ടമെന്റൽ. അപ്പോൾ അത് പറഞ്ഞു വന്നത്, അപ്പോൾ നമുക്ക് സ്കില്ല് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അത് നേടിയെടുക്കാനുള്ള ഇതുണ്ട്. അത് അഡീഷണലായിട്ട് അക്കാഡമിക്സ് കളയാതെ തന്നെ അതൊക്കെ ചെയ്യാനും കൂടുതൽ. പിന്നെ സ്കില്ലുകൾ എന്തൊക്കെ സ്കില്ല് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് മാത്രം ഒന്ന് പറയാം. അതായത് നമുക്ക് അഡീഷണലായിട്ട് ഇപ്പോൾ ഒന്ന് സാധാരണ കേൾക്കുന്ന ഒരു സ്കില്ലാണ് പ്രോഗ്രാമിംഗ് സ്കിൽസ്. ഇപ്പോൾ ഏത് എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ആണെങ്കിലും പ്രോഗ്രാമിംഗ് സ്കിൽസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഡീഷണലായിട്ട് ചെയ്യാം. അതിന് തന്നെ ലാബുകളും സബ്ജക്റ്റുകളൊക്കെ ഉണ്ട്. പിന്നെ അതിന് പുറമെ നമുക്ക് ചെയ്യാവുന്ന അനലിറ്റിക്കൽ സ്കിൽസ്, ലോജിക്കൽ റീസണിങ്, അതുപോലുള്ള കാര്യം. പിന്നെ നമുക്ക് അല്ലാതെ നേടിയെടുക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഓർഗനൈസിങ് സ്കിൽസ്, ലീഡർഷിപ്പ് സ്കിൽസ്. സത്യത്തിൽ ഒരു നല്ല പ്രൊജക്റ്റ് ചെയ്താൽ തന്നെ അത്യാവശ്യം ഓർഗനൈസിങ് സ്കിൽസും ലീഡർഷിപ്പ് സ്കിൽസും ഒക്കെ അതിലുണ്ടാവും. നമ്മളതിൽ ഒന്ന് ഇൻവോൾവ് ആയിട്ട് ചെയ്താൽ നമുക്ക് അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കോർഡിനേഷൻ ചെയ്യണം, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് പഠിക്കും. നമ്മൾ ഒരുപാട് പേരെ കൺവിൻസ് ചെയ്യേണ്ടി വരും. വേറെ പുറത്തുള്ള ആളുകളൊക്കെ നല്ല പ്രൊജക്റ്റ് ഒക്കെ ചെയ്താൽ പുറത്തുള്ള ആളുകളൊക്കെ വാങ്ങാനൊക്കെ പ്രൊക്യൂർമെന്റ് പല പല ആക്ടിവിറ്റി ഫങ്ഷൻസ് നമ്മൾ പഠിക്കും. ചിലപ്പോൾ കുറച്ച് ബജറ്റും അതുപോലെ ഫണ്ട് യൂട്ടിലൈസേഷനും എല്ലാം പഠിക്കാനുള്ള സ്കോപ്പ്, സത്യം പറഞ്ഞാൽ പ്ലാനിങ് എല്ലാം പഠിക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നന്നായി ഇൻവോൾവ് ചെയ്ത് പഠിച്ചാൽ തന്നെ ആ സ്കില്ലുകളൊക്കെ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇപ്പം ഇതിൽ നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യം, ഇപ്പം തന്നെ നമ്മൾ കുറേ സ്കില്ലുകളെ കുറിച്ച് പറഞ്ഞു. അപ്പം പലതരം ആളുകളുടെ കഴിവുകൾ വ്യത്യസ്തമാണല്ലോ, പലതരം കഴിവുകളുള്ള ആളുകളാണല്ലോ. അപ്പം എങ്ങനെയാണ് ഒരാൾ, നമ്മൾ എൻജിനീയറിംഗ് ആയ ഒരാൾ സ്വന്തം കഴിവുകൾക്കനുസരിച്ച് എന്തെങ്കിലും പ്ലാനിങ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളൊരു വിഷയം ഉണ്ട്. ഇപ്പോൾ എൻജിനീയറിങ്ങിനെ പഠിക്കുക എന്നല്ലാതെ അവരുടെ ഒരു കരിയർ തന്നെ പല രീതിയിൽ വരാനുള്ള, അപ്പം അതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക്? അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, എൻജിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ലോകമാണല്ലോ. അപ്പോൾ ഒന്ന് ബ്രാഞ്ചുകൾ തന്നെ ധാരാളം ബ്രാഞ്ചുകൾ. പിന്നെ ഓരോ ബ്രാഞ്ചിനും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സബ് ബ്രാഞ്ചുകളും കാര്യങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ പുറമെ ഒരു ജോബ് പെർസ്പെക്റ്റീവിലാണെങ്കിൽ അൾട്ടിമേറ്റ്ലി
ഒരു കമ്പനിയിലായിരിക്കുമല്ലോ നമ്മൾ ജോലി ചെയ്യാം. അപ്പോൾ ആ കമ്പനികളിലൊക്കെ വേരിയസ് ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് തന്നെ ചില കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ എംപ്ലോയിനെ കുറിച്ച് നമ്മൾ ഒരു അനലൈസ് ചെയ്യാണ്. അപ്പോൾ നമ്മളൊരു പ്യുവർ എഞ്ചിനീയറിങ് കമ്പനിയാണ്. അപ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ അയാൾ നല്ല പെർഫോമറാണ് എന്നൊക്കെ പറഞ്ഞ പല കാര്യം അനലൈസ് ചെയ്യുമ്പോൾ ഒരു കാര്യം അയാൾ എഞ്ചിനീയർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു നോൺ എഞ്ചിനീയറിങ് ഫംഗ്ഷൻ. ഫോർ എക്സാമ്പിൾ, ഒരു എഞ്ചിനീയറിങ് കമ്പനിയിലെ ഒരു HR ഫംഗ്ഷൻ ചെയ്യുന്ന അയാളൊരു എഞ്ചിനീയർ ആണെങ്കിൽ അയാൾ സ്വാഭാവികമായിട്ടും ആ എഞ്ചിനീയറിങ് കമ്പനിയിൽ അയാൾ ഒരു ബെറ്റർ പെർഫോമർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷേ ഞാൻ പറയണത് ഒരു അതിൻ്റെ ഒരു സാധ്യതയാണ്. അപ്പോൾ ഒരു പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഞ്ചിനീയറിംഗ് ചേർന്ന ഉടനെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റീൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ അയാളൊരു ടെക്നിക്കൽ ആളാണെന്നാണ്. അപ്പോൾ ഇറ്റ് നീഡ് നോട്ട് ബി ടെക്നിക്കൽ ഓൾ ദ ടൈം. അത് അങ്ങനെ തന്നെ വേണമെന്നില്ല. പിന്നെ അതേപോലെയുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സെയിൽസ്, പ്രൊക്യൂർമെൻറ്റ്, പിന്നെ എസ്റ്റിമേഷൻ, ബഡ്ജറ്റിംഗ്, പ്ലാനിങ്, പിന്നെ സൈറ്റിലുള്ള കോർഡിനേഷൻ, പല ലെവലിലുള്ള മാനേജ്മെൻറ്റ് റോളുകൾ, ഇതൊക്കെ എൻജിനീയേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അവിടെ എൻജിനീയേഴ്സ് ഉണ്ടാവുന്ന 2 എഡ്ജ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒന്ന് ടെക്നിക്കലായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ ഒരു മാനേജ്മെൻറ്റ് ചെയ്യുകയാണെങ്കിലും ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളൊരു മാനേജ്മെൻറ്റ് ചെയ്യുമ്പോൾ അയാൾക്കൊരു ക്ലൂ ഉണ്ടാവും എന്താണ് അവിടെയുള്ള റിയൽ എന്താ പറയുക ഗ്രൗണ്ട് ലെവൽ പ്രോബ്ലംസ് എന്താണ്, ഫീൽഡിൽ എന്താണ് ഇഷ്യൂ എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ ഉണ്ടാവും, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ അത് അയാളുടെ ആ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അയാളുടെ ആ ഫംഗ്ഷൻ അയാൾ ചെയ്യുമ്പോൾ അത് അയാൾക്ക് വളരെ എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റായിട്ടും ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് അതൊരു നോൺ ടെക്നിക്കൽ അയാൾ ചെയ്യുമ്പോൾ അയാൾ പല ടൂൾസൊക്കെ ഉപയോഗിച്ച് അയാൾ ചെയ്യും, ബട്ട് ഇതേപോലുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ടീമിനെ കൺവിൻസ് ചെയ്യാൻ കഴിയില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഓരോരുത്തരുടെ ആപ്റ്റിറ്റ്യൂഡും അവരുടെ കഴിവും പിന്നെ ടെക്നിക്കൽ അക്യൂമനും പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഒക്കെ അനുസരിച്ച് ഒരു വൈഡ് റേഞ്ച് ഓഫ് പിന്നെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതൊരു ചിലപ്പോൾ ഒരു നല്ല ടെക്നിക്കൽ ടോപ്പായിട്ടുള്ള ഒരാൾക്ക് ഒന്നായിരിക്കും, ഒരു ടെക്നിക്കലി മീഡിയോക്കർ പക്ഷെ നല്ല കമ്മ്യൂണിക്കേഷനുള്ള ഒരാൾക്ക് ഒന്നായിരിക്കും. പക്ഷേ ഇവരൊക്കെ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ ഈ ടെക്നിക്കലി ടോപ്പായ ആളിങ്ങനെ മേലെയും മറ്റേ ആളിങ്ങനെ താഴെയുമെന്നൊന്നല്ല. അപ്പോൾ അങ്ങനെ നല്ലത് പിന്നെ അതിൻ്റെ എൻഡ് റിസൾട്ട് വരിക അതൊരു കോമ്പിനേഷൻ ഒരാളുടെ അയാളുടെ ടോട്ടാലിറ്റി അനുസരിച്ച് അയാൾക്ക് കറക്റ്റ് റോളിൽ വരുമ്പോൾ അയാൾ പെർഫോമർ ആവും. അല്ല, അതിൽ ചോദ്യം ആ കഴിവുകൾക്ക് അനുസരിച്ച് എഞ്ചിനീയറിങ് പഠിക്കുമ്പോൾ ചിലപ്പോൾ പല ആളുകൾക്കും അവരുടെ സ്വന്തം എനിക്ക് തോന്നുന്നത് കഴിവുകൾ തിരിച്ചറിയുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എഞ്ചിനീയറിങ് നല്ലൊരു സമയമാണ് നമ്മുടെ കഴിവുകൾ തിരിച്ചറിയാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ചില ആളുകൾക്ക് മാനേജ്മെൻറ്റിലായിരിക്കും, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിലായിരിക്കും, അല്ലെങ്കിൽ ഓർഗനൈസിങ് സ്കിൽസൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനിപ്പോൾ ടീമിനെ ഞാനൊരു കരിയറിൽ ജോബ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഒരു മാനേജർ റോളിലേക്ക്, അതുവരെ അങ്ങനെ പ്യുവർലി ടെക്നിക്കൽ റോളാണ്. അപ്പോൾ മാനേജർ റോളിൽ അന്നത്തെ എൻ്റെ ഒരു മാനേജ്മെൻറ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഓർഗനൈസർ എന്നാണ് ഞാൻ എന്നെ തന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. ശരിക്കും ഒരു മാനേജ്മെൻറ്റ് എന്ന് അതുപോലെ ഞാൻ പറയാറുണ്ട്. താഴെയുള്ള ടീമിനെ ജസ്റ്റ് ഓർഗനൈസ് ദം. ഞാനിങ്ങനെ ടാസ്ക് കൊടുക്കുക പോലും അല്ല, അവർ എന്നെ പലപ്പോഴും സ്വയം ടാസ്ക് വെച്ചിട്ട്, പക്ഷെ അവരെ ഓർഗനൈസ് ചെയ്യുക, അവരുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്ത്. അപ്പോൾ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന പല ഓർഗനൈസിങ് സ്കിൽസ് പഠിച്ചതൊക്കെ അവിടെ ഉപയോഗപ്പെടുത്താൻ പറ്റിയെന്ന് തോന്നി. അപ്പോൾ എൻ്റെ ചോദ്യം, അതുപോലെ ഈ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പല ഫങ്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ ജാസിർ പറഞ്ഞല്ലോ, അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട, അതിൽ അവരുടെ കഴിവനുസരിച്ച് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അതിലിപ്പോൾ ഒന്നാമത് ഈ കഴിവ് തിരിച്ചറിയാന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ. ഈ കഴിവ് തിരിച്ചറിയാന്ന് പറഞ്ഞാൽ ഒരു ദിവസം രാവിലെ എണീറ്റിട്ട് എന്നാ നിന്റെ കഴിവൊക്കെ ഒന്ന് തിരിച്ചറിയാന്ന് വിചാരിച്ചാൽ അങ്ങനെയാണ്ട് തിരിച്ചറിയേണ്ട സംഗതിയല്ലല്ലോ. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കഴിവുകൾ തിരിച്ചറിയുക. അപ്പം അതിൽ ഇൻ ജനറൽ ആയിട്ടുള്ള ആൾക്കാർ, ഒരു വലിയ ശതമാനം ആൾക്കാർ കോളേജിൽ കാണപ്പെടുക എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ പാസീവായിട്ട് കോളേജിൽ വരുന്നു, എന്തൊക്കെയോ അലസമായിട്ട് ചെയ്യുന്നു, ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്ന് പറയില്ല, അങ്ങനെ എല്ലാവരും ലാബിൽ പോകുന്നു, അവരും ലാബിൽ പോകുന്നു, എല്ലാവരും കോളേജ് വിട്ട് പുറത്തേക്ക് പോകുന്നു, അവരും പോകുന്നു. ഇങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ
ഒരു ഹേർഡ് മെൻറ്റാലിറ്റിയിൽ പോകും. അപ്പോൾ അതല്ലാതെ നമ്മുടെ കഴിവ് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ബൗണ്ടറി നമ്മൾ കണ്ടെത്തണമല്ലോ. അപ്പോൾ ഒന്ന് പുഷ് ചെയ്യണം, ഒന്ന് ക്രോസ് ചെയ്യണം, ബൗണ്ടറി ക്രോസ് ചെയ്യണം. ബൗണ്ടറി ക്രോസ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ പുഷ് അവർ സെൽസ് എന്നറിയില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ ഇൻവോൾവ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ പോലെ അത് റൈറ്റ് ഫ്രം ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ള ഇൻവോൾവ്മെൻ്റ് ആണെങ്കിലും അതല്ലാതെ കോകരിക്കുലർ ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ അസോസിയേഷൻസ്, അതേപോലെ IEEE ISTE എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ അവിടെ നിന്നൊക്കെ കിട്ടുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഒരു എക്സ്പോഷർ, ഒന്ന് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് എക്സ്പോഷർ കിട്ടും, പേപ്പർ പ്രസൻറ്റേഷൻ, അത് പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടും. വെറുതെ ഇങ്ങനെ ഇപ്പോൾ കോളേജിൽ പോയി വന്നാൽ ഒരു പ്രസൻറ്റേഷൻ പോലും ചെയ്യാതെ കോളേജ് മുഴുവൻ തീർത്തിട്ട് നമുക്ക് പോരാം. നേരെ മറിച്ച് ഇങ്ങനത്തെ പരിപാടികളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്ന് വേറെ ആൾക്കാരെ പ്രസൻറ്റ് ചെയ്യണ കാണാൻ പറ്റും, രണ്ട് കുറച്ച് കാലം പോകുമ്പോൾ അങ്ങനത്തെ അവസരങ്ങൾ വരും. അപ്പോൾ അതിലേക്ക് നമുക്ക് കയറിയിട്ട് ഹെഡ് ചെയ്തിട്ട് നമുക്ക് അങ്ങനത്തെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റും. പിന്നെ അത്തരം കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്ന ടീമുകളിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഓർഗനൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചലഞ്ചുകളൊക്കെ ഓവർകം ചെയ്യാനും ഒരു ടീം വർക്ക്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഓപ്പർച്യൂണിറ്റി കിട്ടും. ഇതൊക്കെ പിന്നീട് നമ്മൾ പഠിച്ച കാര്യങ്ങളെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സക്സസ്ഫുൾ ആവണമെങ്കിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇത്തരം ഇവൻറ്റുകളിലും കാര്യങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുത്താൽ, അതേപോലെ കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് നമ്മുടെ കോളേജിലുള്ള ആക്ടിവിറ്റികളിലും ടെക്നിക്കലായിട്ടുള്ള സാധ്യതകളിലൊക്കെ അത്തരം ടെക്നിക്കലായിട്ടുള്ളതും മറ്റുമായിട്ടുള്ള സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് അതിൻ്റെതായ ഒരു ഗുണം കിട്ടും. പക്ഷെ ഇതൊക്കെ മാത്രം മതിയോ നമുക്ക് ഒരു ജോബ് റെഡി? അതാണല്ലോ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. ഇപ്പം ഇൻഡസ്ട്രി അക്കാഡമി ഇൻഡസ്ട്രി ഗ്യാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അതാണല്ലോ. അതായത് ഈ അക്കാഡമിയിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് റെഡിയല്ല, ഇൻഡസ്ട്രി റെഡിയല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് റെഡിനെസ് ഉണ്ടാക്കാൻ എന്താണ് കുറച്ച് ടിപ്സ്? റെഡിനെസ് ഇത് മതിയോ? അതായത് ഇപ്പോൾ നമ്മൾ അക്കാഡമിക്സ് പറഞ്ഞു, അല്ലാത്തുള്ള പ്രാക്ടിക്കൽ സ്കിൽസ് പറഞ്ഞു, എന്നിട്ടും അത് മതിയോ എന്നുള്ളതാണ് ചോദ്യം. സത്യത്തിൽ ഈ പറഞ്ഞല്ലോ, എൻജിനീയറിങ്ങിൽ ഓൾറെഡി അതിൻ്റെ സിലബസിലൊക്കെ നമ്മളെ കരിയർ റെഡി, ജോബ് റെഡിയൊക്കെ ആക്കാൻ വേണ്ടി തന്നെയാണ് സിലബസ് ഉള്ളത്. പിന്നെ എന്ത് പറ്റുന്നു എന്ന് വെച്ചാൽ 4 വർഷം കൊണ്ട് നമ്മളത് പഠിച്ച് വരുന്നതിനിടയിൽ ചിലപ്പോൾ പുതിയ ടെക്നോളജി മാറി വന്നിട്ടുണ്ടാവാം, സ്റ്റൈലുകൾ, വർക്ക് ചെയ്യുന്ന സ്റ്റൈലുകൾ മാറിയിട്ടുണ്ടാവും, ടൂൾസ് മാറിയിട്ടുണ്ടാവാം. അതൊക്കെയാണ് അതിൽ വരുന്നൊരു കാര്യം. സത്യത്തിൽ നമ്മൾ അതിനെക്കുറിച്ചിട്ട് വിഷമിച്ചിട്ട് നമ്മൾ ഗ്യാപ്പ് ഉണ്ടാവുക എന്നുള്ളതല്ല, അത് വിഷമിക്കേണ്ട കാര്യമല്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് പഠിക്കാനുള്ള സിലബസിലുള്ള കാര്യങ്ങൾ തന്നെ നന്നായി പഠിച്ച് ഈ പ്രാക്ടിക്കൽ നോളജും കൂടെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പുതിയ കാര്യങ്ങൾ, നമുക്ക് ആ ഫണ്ടമെന്റൽസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഈ ടൂൾ ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ വളരെ പുതിയ ടെക്നോളജി പഠിക്കുക എന്നുള്ളതാണ്. അതൊന്ന് നമ്മൾ പഠിക്കും, അതും ശരിയാണ്. നമ്മൾ എങ്ങനെ പഠിക്കാം, പെട്ടെന്ന് എങ്ങനെ ഗ്രാസ്പ് ചെയ്യാന്നൊക്കെ ഉള്ളത് വളരെ കുറഞ്ഞ സമയം കൊണ്ട്, ഇപ്പോൾ പരീക്ഷക്കൊക്കെ ചിലപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ പഠിച്ചെടുക്കാം, അതിന് ചില ആ ടെക്നിക്കുകൾ പഠിക്കാനുള്ള ലേണിംഗ് ടെക്നിക്സ് നമ്മൾ പലപ്പോഴും സ്വാഭാവികമായി പഠിക്കും. അതിന് തന്നെ അതും തിയറിറ്റിക്കലി പഠിക്കാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ചില സ്കിൽസ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് സ്കില്ല്, നമ്മൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നന്നായി പഠിച്ചാൽ പിന്നെ പെട്ടെന്ന് നമ്മൾ പഠിച്ചിറങ്ങിയപ്പോഴേക്കും വേറൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് ഭയങ്കര പോപ്പുലറായി. അതിനാണ് ഇപ്പോൾ ജാവ ആണ് പഠിച്ചത്, പിന്നെ പൈത്തണിന് പെട്ടെന്ന് ചാൻസ് വന്നു. പക്ഷെ പുതിയൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചെടുക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരു ലാംഗ്വേജ് പഠിച്ച ആൾക്ക് രണ്ടാമതൊരു ലാംഗ്വേജ് പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വറി ചെയ്യാതിരിക്കുക. ഏതിനാണ് കൂടുതൽ സ്കോപ്പ് എന്നൊക്കെ ആലോചിച്ചിട്ടൊന്നും അങ്ങനെ വറി ചെയ്യണം. അതൊക്കെ വീണ്ടും ഇങ്ങനെ ചേഞ്ച് ചെയ്ത് നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കൊല്ലം, നമ്മൾ ജോബിൽ തന്നെ ഒരു 3 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ ഫേസ് ഔട്ട് ആയിട്ട് വേറൊരു ടെക്നോളജി വരും. അപ്പം അതുകൊണ്ടൊന്നും അതിപ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാ ബ്രാഞ്ചുകൾക്കും ബാധകമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എഞ്ചിനീയറിംഗ് അല്ലാത്ത, ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോലുള്ള ആളുകൾ, സ്ട്രീമിലൊക്കെയുള്ള ആളുകൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ, അപ്പോൾ അതൊക്കെ ചിലപ്പോൾ പുതിയ വെർഷൻ വരിക, പുതിയതായിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ എന്താ പറയുക, ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ്, ബീം എന്ന് പറഞ്ഞ സംഭവം ഈ ബിൽഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പുതിയ ടെക്നോളജിയാണ്.
ഇതിപ്പോൾ ഒരു 5 വർഷം മുമ്പ് ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പക്ഷെ ഇന്നിപ്പോൾ അതിൻ്റെ അധികായകന്മാരായിട്ട് അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ 15 വർഷം മുമ്പ് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാർ, സിവിൽ എഞ്ചിനീയറിംഗോ മെക്കാനിക്കലോ കഴിഞ്ഞ ആൾക്കാർ. അപ്പോൾ അതിൽ ഈ ടെക്നോളജി കോളേജിൽ നിന്നേ പഠിക്കണം എന്ന് വാശി പിടിക്കണതിൽ അർത്ഥമില്ല. കാരണം നമ്മളെ കരിയർ എന്ന് പറഞ്ഞാൽ ഒരു 5 കൊല്ലത്തെ കരിയറല്ല. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യണത് ചിലപ്പോൾ ഒരു 40 കൊല്ലത്തെ കരിയർ ആയിരിക്കും. അപ്പോൾ ആ ഒരു 4 വർഷം കൊണ്ട് പഠിച്ച കാര്യം 40 കൊല്ലത്തിലേക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഫണ്ടമെന്റൽസ് പഠിക്കുക എന്നുള്ളതേ അവിടെ അതിനൊരു സാനിറ്റി ഉള്ളൂ ആക്ച്വലി. അപ്പോൾ ആ നിലക്ക് അത് ആ ഗ്യാപ്പ് ഉണ്ടാവുക എന്നുള്ളത് പ്രശ്നമുള്ളതല്ല.